ഇന്ന് നമ്മൾ സെക്കൻഡ് ക്ലാസ് മൊഡ്യൂൾ 2-ൻ്റെ ഇതിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഫോർ മെഷർമെൻറ്റ് ഓഫ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇൻ പ്രീവിയസ് ക്ലാസ് നമ്മൾ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ, ദാറ്റ് ഈസ് പൊട്ടൻഷ്യോമീറ്റർ, വി ഹാവ് ഡിസ്കസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് displacement. Here we are going to look into inductive transducer for measurement of linear displacement. Okay, we all know that what is inductance. Okay, then inductive transducers mainly work in the principle of inductance change due to any appreciable change in the quantity to be measured. അതായത് നമ്മൾക്ക് ഒരു ഇൻഡക്റ്റൻസ് വേരിയേഷൻ ഓഫ് ഇൻഡക്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടിറ്റി ഓഫ് മെഷേർഡ്, ആ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് നമ്മൾ മെഷറൻ്റ് എന്ന് പറയും. അപ്പോൾ ഈ മെഷറൻ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഇൻഡക്റ്റൻസ് മാറണം. ഏർലിയർ വി ഹാവ് സീൻ റെസിസ്റ്റൻസ് വാരിയിങ് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഹിയർ ഇൻഡക്റ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ കോയിൽ ഈസ് വാരിയിങ് വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. അപ്പോൾ നമുക്ക് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? വി നീഡ് ടു ചേഞ്ച് ദ ഫ്ലക്സ്. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെൻറ്റ് വി നീഡ് ടു ചേഞ്ച് ദ ഫ്ലക്സ് ലിങ്ക്ഡ് ടു എ പർട്ടിക്കുലർ കോയിൽ. ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസ്. ആ ഇൻഡക്റ്റൻസ് നമുക്ക് ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസ് നമുക്ക് കാലിബ്രേറ്റ് ചെയ്ത് എത്രയാണ് നമ്മുടെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. Here we use mainly three techniques for the measurement of displacement using inductive transducer. Here നമുക്ക് കാണാൻ പറ്റും by variation in number of turns of a coil. നമുക്കറിയാം ഒരു ഇൻഡക്റ്റൻസ് കോയിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ n number of turns by variation of permeability of the magnetic circuit or varying the reluctance. റിലക്റ്റൻസ് എന്നുള്ള ടൈം നമുക്കറിയാം. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസിസ്റ്റൻസ് ആണ്. പെർമിയബിലിറ്റി ഈസ് സെയിം ആസ് കണ്ടക്റ്റൻസ്. പെർമിയബിലിറ്റി ഹൈ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. ദെർഫോർ ഓൾസോ ബൈ വാരിയിങ് ദ ജിയോമെട്രിക്കൽ കോൺഫിഗറേഷൻ ഓഫ് ദ മാഗ്നറ്റിക് സർക്യൂട്ട്. ഈ നാലെണ്ണത്തിനെയും ചേർത്ത് നമ്മൾ പറയാം, ഒരൊറ്റ ഹെഡിങ് ആയിട്ട് നമുക്ക് എഴുതാം. ബൈ ചേഞ്ച് in the self-inductance. സെൽഫ് ചേഞ്ച് ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാം. ദെൻ രണ്ടാമത്തെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഓഫ് വേരിയേഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഫസ്റ്റ് വൺ വേരിയേഷൻ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഈ നാലിനും കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ടൈമായിട്ട് പറയാൻ പറ്റുന്നതാണ്. അതിനെ സബ്ബായിട്ട് എഴുതിയാൽ മതി. ദെൻ തേർഡ് വൺ ചേഞ്ച് ഇൻ ദ എഡ്ഡി കറണ്ട്. എഡ്ഡി കറണ്ട്സ് ചേഞ്ചിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഇൻഡക്റ്റൻസ് മാറ്റം വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഹിയർ ബേസിക് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിളാണ്. ബേസിക് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. എന്താണ് ഇൻഡക്റ്റൻസ് എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് L ഇസ് ഈക്വൽ ടു N² എന്ന് നമുക്ക് എഴുതാം. സെൽഫ് ഇൻഡക്റ്റൻസ് L ഇസ് ഈക്വൽ ടു N² എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസും, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലക്റ്റൻസ് ഓഫ് ദ കോയിലും, ആൻഡ് R എന്ന് പറഞ്ഞാൽ നമുക്ക് L/μA എന്ന് എഴുതാം. R is equal to L/μA, where L is the length of the coil, okay, and area is the area of cross section of the coil, and we can say mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിയാം പെർമിയബിലിറ്റി. നമുക്ക് ഉപയോഗിക്കുന്ന മീഡിയത്തിൻ്റെ അല്ലെങ്കിൽ ഏത് മീഡിയത്തിലാണ് വെച്ചിരിക്കുന്ന മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റി ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എല്ലിനെ എഴുതുമ്പോൾ ഇവിടെ ആറിനെ റീപ്ലേസ് ചെയ്യുക L/μA എന്ന്. അപ്പോൾ നമുക്ക് N² μA/L എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ A/L-നെ G എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതിനെ നമുക്ക് ജിയോമെട്രിക്കൽ ഫോം ഫാക്ടർ എന്ന് മനസ്സിലാക്കാം, ടേം ചെയ്യാം. G is equal to ജിയോമെട്രിക്കൽ ഫോം ഫാക്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്റ്റൻസ് ഈ L is equal to N² μG. അപ്പോൾ ഈ സെൽഫ് ഇൻഡക്റ്റൻസ് വേരി ചെയ്യാൻ N വേരി ചെയ്താൽ മതി, അല്ലെങ്കിൽ പെർമിയബിലിറ്റി വേരി ചെയ്താൽ മതി. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേരി ചെയ്താൽ മതി? ജിയോമെട്രിക്കൽ ഫാക്ടർ. അല്ല, ആദ്യത്തെ ഇക്വേഷനിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് റിലക്റ്റൻസ് വേരി ചെയ്താൽ മതി, ഓർ N വേരി ചെയ്താൽ മതി. ഈ രണ്ട് ഇക്വേഷനും വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ
നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ, പെർമിയബിലിറ്റി, റിലക്റ്റൻസ്, ജിയോമെട്രിക്കൽ കോൺഫിഗറേഷൻ, ഈ 4 വെച്ചിട്ട് സെൽഫ് ഇൻഡക്റ്റൻസ് വേരി ചെയ്യാം. ആ കോൺസെപ്റ്റാണ് ബൈ വേരിയിങ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ വേരിയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് വേരിയേഷൻ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇത്ര എഴുതി വെച്ചാലും, ഫസ്റ്റ് പോയിന്റ് എഴുതിയിട്ട് ഇത്ര എഴുതി വെച്ചാലും നമുക്ക് ഒരു 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് യൂസിങ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ 3 എഴുതുക, അതിൽ സബ്ബായിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഇനി ഡീറ്റെയിൽ ആയിട്ട് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ വേരിയേഷനെ എങ്ങനെ മെഷർ ചെയ്യാം എന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രമാണ് ഓരോ മെത്തേഡ് എഴുതണ്ടു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ, ബൈ വേരിയേഷൻ ഇൻ ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ. നമുക്കറിയാം L പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ടേൺസ്. ഇത് നമ്മൾ സെയിം സർക്യൂട്ട് കോൺഫിഗറേഷൻ ആണ് എന്തിൻ്റെ പോർട്ടിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൊട്ടേറ്ററി മോഷൻ ആയാലും ലീനിയർ മോഷൻ ആയാലും എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിരുന്നു. അതേമാതിരി അവിടെ ടേൺസ് ആണ്, കോയിലാണ്. റെസിസ്റ്റീവ് വൈൻഡിങ്ങിന് പകരം നമുക്കിവിടെ ഒരു കോയിലാണ്. അതിൽ വരുന്ന ഇൻഡക്റ്റൻസ് ചേഞ്ച്, നമ്പർ ഓഫ് ടേൺസ് മാറുന്നതിനനുസരിച്ച്, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മാറുന്നതിനനുസരിച്ച് N മാറും. ഔട്ട്പുട്ടിന് അക്രോസ് വരുന്ന നമ്പർ ഓഫ് ടേൺസ് കൂടും കുറയും ചെയ്യാം. അപ്പോൾ കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റൻസ് കൂടും. അത് നമുക്ക് ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ Δ നോക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഹിയർ ഓൾസോ സെയിം മെത്തേഡാണ്. ടേൺസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡക്റ്റൻസ് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ വർക്കിംഗ് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ദെൻ നമുക്ക് എഡി കറണ്ടിൻ്റെ ലാസ്റ്റ് പറയാം. അതിനു മുന്നേ യൂസിങ് permeability of the magnetic circuit by varying the permeability of a varying circuit. ഇവിടെ നമുക്കൊരു ഫോർമർ, ഇതൊരു ഹോളോ ആയിട്ടുള്ള ഒരു നമ്മൾ മാൻഡ്രൽ പറഞ്ഞിരുന്നു. അതേമാതിരി തന്നെ ഒരു ഇൻസുലേറ്റഡ് ഒരു ഷാഫ്റ്റ്. ഓക്കെ, ദെൻ അതിനകത്ത് മൂവബിൾ ആയിട്ടുള്ള ഒരു അയൺ കോർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആക്ച്വലി ഈ ഹോളോ ആയിട്ടുള്ള മാൻഡ്രലിനകത്തുള്ളത് ഫോർമറിനകത്ത് എയർ ആയിരിക്കും മീഡിയം. അതിനകത്ത് അയൺ കോർ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ പെർമിയബിലിറ്റി അതിന് വേരിയേഷൻ സംഭവിക്കും. കോയിൽ വൗണ്ട് ഓൺ എ ഫോർമർ ആൻഡ് ആൻ അയൺ കോർ ടു വിച്ച് ദ മൂവബിൾ എലമെൻറ്റ് ഈസ് അറ്റാച്ച്ഡ്. ദെൻ ദിസ് അയൺ കോർ ഈസ് ഈസിലി അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ഇൻസൈഡ് ദ കോയിൽ. വെൻ ദ അയൺ കോർ ഈസ് completely inside the coil. When the iron core is completely inside the coil, what will happen? The permeability of the magnetic circuit will be maximum. കാരണം അയൺ പെർമിയബിലിറ്റി കൂടിയതാണ്. അപ്പോൾ അയൺ റോഡ് കംപ്ലീറ്റ്ലി ഈ ഫോർമറിനകത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പെർമിയബിലിറ്റി വിൽ ബി ഹയർ. പെർമിയബിലിറ്റി ഹയർ ആയിക്കുമ്പോൾ what will happen, the flux will be maximum. ഈ കോയിൽ നമുക്കറിയാം, ഈ കോയിൽ കൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അതിനകത്തൊരു ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പെർമിയബിലിറ്റി കൂടുതലായിരിക്കുന്ന സമയത്ത് റിലക്റ്റൻസ് വിൽ ബി മിനിമം. ആസ് എ റിസൾട്ട് മാക്സിമം ഫ്ലക്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് വിൽ ബി മാക്സിമം. ഓക്കെ, ദെൻ ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്, ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദിസ് ലെഫ്റ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയൺ കോർ വിൽ ഗോ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ഫോർമർ, വിച്ച് മീൻസ് റിലക്റ്റൻസ് വിൽ ബി minimum and the permeability will be maximum. As a result, flux is maximum, which produces maximum inductance. Self inductance will be maximum. If the displacement is towards the right direction, right side load മാറുകയാണെങ്കിൽ എന്ത് ചെയ്യും, permeability will decrease, reduced, and the reluctance will be increases, causing decrease in the self inductance. Okay, ഇങ്ങനെയാണ് പെർമിയബിലിറ്റി വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻഡക്റ്റൻസ് സെൽഫ് ഇൻഡക്റ്റൻസിൽ മാറ്റം വരുത്താൻ പറ്റും.
അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഇൻഡക്റ്റൻസിൽ വേരിയേഷൻ വരും. ദിസ് ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസ് ക്യാൻ ബി കാലിബ്രേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് വരുന്നത് എഡി കറണ്ട് വെച്ചിട്ടുള്ള നമുക്ക് നോക്കാം. എഡി കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു കോയിലുണ്ട്. യു ക്യാൻ സി എ കോയിൽ ഹിയർ ആൻഡ് എ മെറ്റാലിക് പ്ലേറ്റ് ഹിയർ. അതിനൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഫിഗർ എയിലോട്ട് വരച്ചെന്ന് മാത്രം. ഈ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ, ഈ ഒരു പോർഷൻ, ഇത് ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ചിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും രണ്ട് ഡയറക്ഷനിലോട്ടും മാറാം. അതായത് ഈ കോയിലിനോട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ റൈറ്റിലോട്ട് വരികയാണെങ്കിൽ കോയിലിനോട് കൂടുതൽ അടുക്കും, ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാറുന്നതനുസരിച്ചിട്ട് കോയിലിന് മാറും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോയിൽ കൂടെ നമ്മൾ വി ഹാവ് എ കോയിൽ ആൻഡ് എ കറണ്ട് ഐ ഈസ് പാസിങ് ത്രൂ ദ കോയിൽ. ഓക്കെ, ഈ എഡി കറണ്ട്സ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടിങ് ബാങ്ക്. അപ്പോൾ നമുക്ക് ഈ കറണ്ട് ക്യാരിങ് കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടിങ് പ്ലേറ്റ് ഈസ് കെപ്റ്റ് നിയർ ടു എ കോയിൽ. വെനെവർ എ കണ്ടക്ടിങ് പ്ലേറ്റ് ഈസ് കെപ്റ്റ് നിയർ ടു ദ കോയിൽ, ഈ കോയിലിനകത്തേക്ക് നമ്മളൊരു കണ്ടക്റ്റീവ് പ്ലേറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കറിയാം ഈ കോയിലിനകത്ത് ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്ലക്സ് കാരണം എന്താണ്, ഈ കണ്ടക്ടിങ് പ്ലേറ്റിനകത്ത് ഒരു എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ എഡി കറണ്ട് എന്ത് ചെയ്യും, അതിൻ്റെതായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഈ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ കോയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിലെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. ആസ് എ റിസൾട്ട് ദ ടോട്ടൽ ഫ്ലക്സ് ഇൻ ദ സർക്യൂട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ട് റെഡ്യൂസസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു പ്ലേറ്റ്, ഒരു ഷോർട്ട് സർക്യൂട്ടഡ് പ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഷോർട്ട് സർക്യൂട്ടഡ് പാത്താണ്. അതിനകത്ത് എന്താകും, ഒരു കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവും. ആ കറണ്ടിന് നമ്മൾ, അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ത് ചെയ്യും, അപ്പുറത്തിരിക്കുന്ന പ്ലേറ്റിൽ ഒരു കറണ്ട്, എഡി കറണ്ടിനെ ഇൻഡ്യൂസ് ചെയ്യും. ഈ എഡി കറണ്ട് അതിൻ്റേതായ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്ലക്സ് എന്ന് പറയുന്നത്, എഡി കറണ്ട് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, നമ്മൾ ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് കാരണം ഈ കോയിലിനകത്തുള്ള ചേഞ്ച് ഇൻ ഫ്ലക്സ് കാരണം അപ്പുറത്തെ കോയിലിനകത്ത് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ കറണ്ട് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ആ കറണ്ടും അതിൻ്റേതായ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്ലക്സ് മെയിൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ എന്താണ്, ഈ പ്ലേറ്റ്, കണ്ടക്റ്റിംഗ് പ്ലേറ്റ് നമ്മുടെ കോയിലിൻ്റെ കൂടുതൽ അടുത്തോട്ട് വരുന്തോറും, ഇഫ് ഇറ്റ് ഈസ് മൂവ്സ് നിയറർ ടു or closer to the coil, what will happen, the total flux, eddy current will be increased. As a result, total flux decreases. Therefore the self inductance will change, അല്ലെങ്കിൽ self inductance will reduced. ഓക്കെ, അതേമാതിരി ഈ കണ്ടക്റ്റിംഗ് പ്ലേറ്റ്, നമ്മുടെ ഷോർട്ട് സർക്യൂട്ടഡ് പ്ലേറ്റ് if it is move away from the coil, as the net flux will be higher. എഡി കറണ്ട് കുറവായിരിക്കും. നമ്മുടെ കോയിലിന് മാറി കൂടുതൽ മൂവ്മെൻറ്റ് ഡിസ്റ്റൻസിലോട്ട് മാറി വരികയാണെന്നുണ്ടെങ്കിൽ the net flux will be the flux due to eddy current will be weak. Therefore the total flux will be higher and the self inductance of the total path will be, അല്ലെങ്കിൽ total self inductance will be higher. Okay, അപ്പോൾ നമുക്ക് എഡി കറണ്ടിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് അടുത്ത് വെച്ച് മൂവ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ കാലിബ്രേറ്റ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ രണ്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഇൻ ചേഞ്ച് ഇൻ സെൽഫ് ഇൻഡക്റ്റൻസ്. രണ്ടാമത്തെ ചേഞ്ച് ഇൻ എഡി കറണ്ട്. ദെൻ തേർഡ് വൺ ഈസ് ചേഞ്ച് ഇൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് മാതിരി തന്നെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസും. ഓക്കെ, ഫോർ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് L1 L2. ഫോർ മ്യൂച്വൽ ഇൻഡക്ഷൻ we need two coils. Okay, for mutual induction we need two coils. Let L1 is the self inductance of coil 1 and L2 be the self inductance of coil 2, and K is called coefficient of coupling. K is called coefficient of coupling. First coil,
second coil. We have two coils of L1 and L2. Okay, coefficient of coupling represents the flux linkage between these two coils. Okay, when these two coils are closer to each other, K will be higher, and if the second coil moves away from the first coil, K എന്ത് ചെയ്യും? കുറയും, K കുറയും. As a result, M will be reduced. അതേമാതിരി if the coil 2 moves towards the coil 1, K will be higher. As a result, mutual inductance will be higher. So, with respect to the change in mutual inductance value of M അല്ലെങ്കിൽ change in value delta M, we can calibrate the displacement. ഇതാണ് displacement. Okay, ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ പ്രിൻസിപ്പിൾ. ദസ് നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് രണ്ട് രീതിയിൽ വേരി ചെയ്യിപ്പിക്കാം. ഐദർ വേരിയിങ് L1 ഓർ L2 ഓർ വേരിയിങ് ഡിസ്റ്റൻസ് between two coils. That is, as a result, the variation in displacement causes change in K. We can fix one coil here and make the other coil movable, which means moves into the first coil. If it is moves towards the first coil, K will be higher, K will be increasing. As a result, M will be higher. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് can be calibrated mutual inductance can be calculated and displacement is calibrated. Okay, these are the basic three working principle of inductive transducers.